ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ആവി പറക്കുന്ന കണവ റോസ്റ്റാണ്, അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് എന്ന് വേണം പറയാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ കണവയാണ്, അല്ലെങ്കിൽ ചെറിയ കൂന്തൽ, അങ്ങനെ പല പേരിലും ഇത് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ട് പേരറിയാം, കൂന്തൽ പിന്നെ അതുപോലെ തന്നെ കണവ. ഇനി പല സ്ഥലത്തും പല പേരിലും ഇത് അറിയുന്നുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ അതേ ചെറുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ റൗണ്ടിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിന് ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഫുള്ളായിട്ട് ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ഈ ഒരു കറിക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾക്ക് ഒരു 4 കഷ്ണം പട്ട, ചെറുതാണ്, പിന്നെ അതുപോലെ തന്നെ ഒരു 5 ഏലക്ക ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇഞ്ചി ചതച്ചതാണ് ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ചെറിയുള്ളി മാത്രമാണ് ഞാൻ നുറുക്കിയിട്ടിട്ടുള്ളൂ, ചെറുതൊക്കെ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള വളരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുതാണ് കേട്ടോ സവാള, അപ്പോൾ അതുകൊണ്ടാണ് 2 എടുത്തേക്കുന്നത്. ഇനി സവാള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള വഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറികൾക്കൊക്കെ എപ്പോഴും കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു സവാളയിലും വെളിച്ചെണ്ണയിലും ഒക്കെ കിടന്ന് നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല സ്മെല്ല് വരണം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി വളരെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കറിവേപ്പിലയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് പൊതുവേ ഈ ഒരു കറിയിലൊക്കെ മല്ലിയില അത്ര ചേർക്കണ ഇഷ്ടമല്ല, കറിവേപ്പിലയുടെ ടേസ്റ്റാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കണവയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കണവ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ആ ഒരു കണവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് 1 ഗ്ലാസ് ഞാൻ ചൂടുവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഒഴിച്ചു കറി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണ ഒരു പാകം വരെ ഞാൻ ഇവിടെ വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നാലാണ് നമുക്ക് നല്ല റോസ്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിലെ വെള്ളമൊക്കെ വറ്റി കാണുമ്പോൾ തന്നെ കൊതിയാണ് കേട്ടോ എടുത്ത് കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണവ റോസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, ജസ്റ്റ് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കറിയാണ്. നമുക്ക് ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ.